ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഷ്യോ എന്താണ്, പ്രൊപ്പോർഷൻ എന്താണെന്ന് പഠിച്ചിരുന്നു. അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അതായത് സാധാരണ ഇതിൽ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ A:B=C:D ആണെന്ന് നമുക്കറിയാം. പക്ഷേ ചില ക്വസ്റ്റ്യനുകളിൽ ഫോർത്ത് പ്രൊപ്പോർഷനും തേർഡ് പ്രൊപ്പോർഷനും മീൻ പ്രൊപ്പോർഷൻ എന്നൊക്കെ 3-4 വാല്യൂസ് വരും. എങ്കിൽ അതൊക്കെ എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാവും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് ഉള്ളൂ. നോക്കാം നമുക്ക് എന്താണെന്ന്. അതായത് എവിടെയെങ്കിലും ഒരു ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താണ് ഈ ഫോർത്ത് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ഫോർത്ത് പ്രൊപ്പോർഷൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഏതെങ്കിലും ഒരു A:B=C:D ഉണ്ടെങ്കിൽ നമുക്ക് മീൻ വാല്യൂസ് എന്താണെന്ന് അറിയാം, എക്സ്ട്രീം വാല്യൂസ് എന്താണെന്നൊക്കെ അറിയാം. അതിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു A:B=C:(? എന്ന് പറഞ്ഞു തരും. അതായത് അതിന് ഫോർത്ത് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യൻ വരും, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് A:(B=C:(? അല്ലെങ്കിൽ ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് A, B and C. 3 നമ്പറേ നമുക്ക് തരുള്ളൂ. ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് A, B and C എന്ന് ചോദിച്ചാൽ, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് A, B and C എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഏത് രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യണം? A:(B=C:(? എന്ന് കൺവേർട്ട് ചെയ്യണം. ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഫോർത്ത് നമ്പർ ആയിരിക്കും അതിനെ കണ്ടുപിടിക്കാനുള്ളത് എന്നാണ് നമ്മൾ ആ ഒരു ബേസിക് ഫോമുല നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട് തരാം, കുഴപ്പമില്ല. തൽക്കാലം ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ ഇക്വേഷൻ എന്തായിരിക്കും? ഇത് നമുക്കറിയാം, മീൻ വാല്യൂസ് ഇസ് ഈക്വൽ ടു എക്സ്ട്രീം വാല്യൂസ് എന്ന് നമുക്കറിയാമായിരുന്നു. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, നമുക്കെല്ലാം ബേസിക് ഐഡിയ ഉണ്ട്. ഇത് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രൊഡക്റ്റ് ഓഫ് മീൻ വാല്യൂസ് ഈക്വൽ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം വാല്യൂ ആയിരിക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് എക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എൻ ആയിട്ടോ എന്തെങ്കിലും വേരിയബിൾ ആയിട്ട് വിചാരിച്ചെന്നിരിക്കട്ടെ. എങ്കിൽ B:C, BC is equal to A:(?) നമുക്ക് A:(x) എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ഫോർത്ത് പ്രൊപ്പോർഷൻ എക്സിന്റെ വാല്യൂ അല്ലേ. എക്സ് ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? BC/A എന്ന് കിട്ടും. അതായിരിക്കും ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഫോർമുല. അതായത് ഫോർത്ത് പ്രൊപ്പോർഷൻ നമ്മുടെ ഡി എന്നിട്ടത് ABCD ഡി ആണ് വിട്ടത്. അതെന്താണോ ആ ഫോർത്ത് നമ്പർ, ആ നമ്പർ എന്ന് വെച്ചാൽ B:C, മീൻ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ഫസ്റ്റ് വാല്യൂ. ആ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാലും മതി, അല്ലെങ്കിൽ മനസ്സിലാക്കി ചെയ്താലും മതി. ഏത് രീതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഫോർത്ത് പ്രൊപ്പോർഷൻ കിട്ടും. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് തേർഡ് പ്രൊപ്പോർഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക? ഒരു തേർഡ് പ്രൊപ്പോർഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും തേർഡ് പ്രൊപ്പോർഷന്റെ ഇക്വേഷൻ? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് ഒരു A and B എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് A and B. ഇവിടെ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ മിനിമം 4 നമ്പർ അല്ലെങ്കിൽ 4 റേഷ്യോസ് തരണം. A:(B=C:(D) അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ചെയ്യാം? ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ഫോർത്ത് നമ്പർ കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് തേർഡ് പ്രൊപ്പോർഷൻ ചോദിച്ചിട്ട് 2 നമ്പറേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാ തേർഡ് നമ്പർ കണ്ടുപിടിക്കുക? ആകെ 2 നമ്പറേ ഉള്ളൂ. നമുക്കറിയാം പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ പോലും എത്ര നമ്പർ വേണം? 4 നമ്പർ വേണം. A:(B=C:(D) എന്ന് എഴുതിയെങ്കിലല്ലേ അതൊരു പ്രൊപ്പോർഷൻ എങ്കിലും ആവുള്ളൂ. ഇവിടെ ആകെ 2 തന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾക്ക് ചോദിച്ചേക്കാണ് തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ. എങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? അപ്പം നമ്മൾ മനസ്സിൽ മൈൻഡ് വെച്ചേക്കുക, നമുക്ക് ആകെ 2 നമ്പറേ തന്നിട്ടുള്ളൂ. ആ 2 നമ്പർ വെച്ച് തേർഡ് നമ്പർ കണ്ടുപിടിക്കണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഈ സെക്കൻഡ് നമ്പറിനെ തന്നെ നമ്മൾ എന്താക്കുക? തേർഡ് നമ്പർ ആക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഈ C എന്ന് ഉദ്ദേശിക്കേണ്ട ഇത് ലാസ്റ്റ് നമ്പർ എന്താണോ ആ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ഫോമുല. അതായത് 2 നമ്പർ തന്നിട്ട് തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സെക്കൻഡ് നമ്പറിനെ തന്നെ തേർഡ് നമ്പർ ആക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ആ ഐഡിയ മനസ്സിലായോ? എപ്പോഴെങ്കിലും ഒരു 2 റേഷ്യോസ് തന്നിട്ട് 2 നമ്പർ തന്നിട്ട് തേർഡ് പ്രൊപ്പോർഷൻ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ആ രണ്ടാമത്തെ നമ്പറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മൂന്നാമതായിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആ ഒരു മെത്തേഡ്. നമുക്ക് നോക്കാം. നമുക്ക് 2 നമ്പറോട് തന്നിട്ടുണ്ടായിരുന്നു, എയും ബിയും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം? A:(B) ആദ്യത്തെ 2 അതുപോലെ എഴുതി. എന്നിട്ട് സെക്കൻഡ് നമ്പറിനെ തന്നെ തേർഡ് നമ്പർ ആക്കി B:(?) അങ്ങനെ നമ്മൾ എക്സ് ആയിട്ട് എഴുതും. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ഫോർത്ത് നമ്പർ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനിലെ തേർഡ് പ്രൊപ്പോർഷൻ. ക്വസ്റ്റ്യൻ തേർഡ് ആയതുകൊണ്ട് തേർഡ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കൺസെപ്റ്റ് ഇല്ല. 2 നമ്പർ തന്നിട്ട് തേർഡ് പ്രൊപ്പോർഷൻ ചോദിക്കുന്നെങ്കിൽ സെക്കൻഡ് നമ്പറിനെ തേർഡ് ആക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഇതാണ് എൻ്റെ മെത്തേഡ്. തെറ്റിപ്പോകരുത്. എങ്കിൽ ഈ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ. മീൻ വാല്യൂസിന്റെ പ്രൊഡക്റ്റ്, മീൻ വാല്യൂസ് ഇവിടെ എന്തായിരുന്നു? B:(B) B² = A:(x) B² = A:(x) എങ്കിൽ നമുക്ക് എക്സ് ആണ് വേണ്ടത്. X = B²/A എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ തേർഡ് പ്രൊപ്പോർഷന്റെ ഫോമുല. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട തേർഡ് പ്രൊപ്പോർഷൻ, തേർഡ് നമ്പർ, ലാസ്റ്റ് ഡിജിറ്റ് വരുന്നല്ലേ നമ്മുടെ തേർഡ് നമ്പർ. ആ ലാസ്റ്റ് ഡിജിറ്റ് B²/A എന്ന് കിട്ടും. അതായത് മീൻ വാല്യൂസിന്റെ സ്ക്വയർ ബൈ A. മീൻ വാല്യൂസ് എങ്ങനെ കിട്ടിയ? സെക്കൻഡ് നമ്പർ തന്നെയായിരുന്നു തേർഡ് നമ്പർ ആയിട്ട് എടുത്തിരുന്നത്, സെയിം നമ്പർ. അതുകൊണ്ടാണ് അത് സ്ക്വയർ ആയി പോയത്.
അപ്പൊ ഈ ഒരു മെത്തേഡിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്, തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കേണ്ടത്. ഈ തേർഡ് പ്രൊപ്പോർഷൻ അതേപോലെ തന്നെ ഇരിക്കും നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. എങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു മീൻ പ്രൊപ്പോർഷനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. സെയിം ആയിട്ട് തന്നെ ഇതേപോലെ തന്നെയാണ്. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് ബി, ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇത് രണ്ട് സെയിം പോലെ തോന്നും. കാരണം ഇവിടെ എന്തായിരുന്നു, തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് ബി എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഇവിടെ എന്താ ചോദിക്കുന്നത്, മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് ഏത് മെത്തേഡിലാണ് ചെയ്യുന്നതെന്ന്. അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ തേർഡ് എന്നുള്ള നമ്പറായിരുന്നു വന്നിരുന്നത്, ഇവിടെ മീൻ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ എന്നുള്ള കാര്യം ചോദിച്ചാൽ അത് വെച്ച് വേണം, ആ രീതിയിൽ വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. അത് എവിടെയെങ്കിലും മീൻ പ്രൊപ്പോർഷനാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പർ എന്തായിരിക്കും, രണ്ട് എക്സ്ട്രീം വാല്യൂസ് ആയിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത രീതിയിലല്ല, ഈ രണ്ട് നമ്പർ എന്തായിരിക്കും, രണ്ട് എക്സ്ട്രീം വാല്യൂസ് ആയിരിക്കും. അതായത് ഈ എനും ബി എനും നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം, എ ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ടു ബി. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഇടയിലുള്ള മീൻ ആയിട്ടുള്ള പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക. നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ എവിടെ വരുന്നത്, രണ്ട് ഈ ക്വസ്റ്റ്യൻ അടുത്തല്ലേ മീൻ പ്രൊപ്പോർഷൻ വരുന്നത്. അപ്പോൾ അതാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് നമ്പർ എന്തായിരിക്കും, രണ്ട് എക്സ്ട്രീം വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് മാറ്റണം. ഈ സെയിം രീതിയിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. പക്ഷെ ചോദിച്ച കാര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കൺവേർഷൻ മാറും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ്, അത് രണ്ട് എക്സ്ട്രീം വാല്യൂസ് ആയിരുന്നു, അതിനുള്ളിലുള്ള മീൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ ഇതിന് നമ്മൾ വേരിയബിൾ കൊടുക്കുന്നു, എക്സ് ആയിട്ട് കൊടുക്കുന്നു. അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ രണ്ട് മീൻ വാല്യൂസും കണ്ടുപിടിക്കണം. അത് രണ്ടും എക്സ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. എങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് കിട്ടും. സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് മീൻ വാല്യൂ അല്ലേ, മീൻ പ്രൊപ്പോർഷൻ അല്ലേ. അപ്പോൾ ഒരു വാല്യൂ മതി, എക്സ് ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് എ ബി എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക ഇക്വേഷൻ. ബി ഇസ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു ഇവിടെ എ ഇസ് ടു ബി ഇസ് ഈക്വൽ ബി ഇസ് ടു സി തന്നു. എക്സ്ട്രീം വാല്യൂസ് എയും സിയും ആയതുകൊണ്ടാണ് ഇവിടെ എ സി ആയത്. ഇവിടെ ഞാൻ എഴുതിയപ്പം എക്സ്ട്രീം വാല്യൂസ് എയും ബിയും വന്നതുകൊണ്ടാണ് ഇവിടെ എ ബി വന്നത്. കൺഫ്യൂഷൻ ആവരുത്, ഇവിടെ എന്തുകൊണ്ട് എ സി വന്നു, ഇവിടെ എന്തുകൊണ്ട് എ ബി വന്നു എന്ന്. ഇവിടെ എൻ്റെ എക്സ്ട്രീം രണ്ട് വാല്യൂസ് ഞാൻ എന്താണ് എടുത്തത്, എയും ബിയും ആയിരുന്നു. ആ എക്സ്ട്രീം വാല്യൂസിന്റെ പ്രൊഡക്റ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ എക്സ്ട്രീം വാല്യൂസ് എയും സിയും ആയതുകൊണ്ടാണ് എന്ത് വന്നത്, അവിടെ ഏത് വാല്യൂ വന്നത്, ഈ എയും സിയും വന്നത്. ഇവിടെ മീൻ വാല്യൂസ് ഞാൻ ഇവിടെ എക്സ് ആയിരുന്നു എടുത്തത്, അതുകൊണ്ട് ആ എക്സ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ചേഞ്ചസ് ഒന്നുമില്ല, കൺഫ്യൂഷൻ ഒന്നുമില്ല. അതായത് രണ്ട് നമ്പർ തന്നിട്ട് തന്നെ മീൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ രണ്ട് എക്സ്ട്രീം വാല്യൂ എടുക്കുക, മീൻ വാല്യൂസിന് വേരിയബിൾ എടുക്കുക. നമ്മൾ സാധാ എ ഇസ് ടു ബി ഇസ് സി ഇസ് ടു ഡി ആ ഫോർമുലയിൽ മീൻ വാല്യൂവിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു, എക്സ്ട്രീം വാല്യൂവിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു, സോൾവ് ചെയ്യുന്നു, വേരിയബിൾ കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ ഫോർമുല. ഇതിന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടി ഞാൻ ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു തറവാകും ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം. അത് നോക്കാം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. ഫൈൻഡ് ദി ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 3, 7 and 6. നമുക്ക് ഫോർത്ത് പ്രൊപ്പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. 3 നമ്പർ തന്നിട്ടുള്ളൂ. വേഗം ചെയ്തു നോക്കിയത് എന്ത് കിട്ടുമെന്ന്. ഫൈൻഡ് ദി ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 3, 7 and 6. ഫോർത്ത് പ്രൊപ്പോർഷൻ 3, 7 and 6. 3 നമ്പർ തന്നിട്ട് ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ നിന്നാൽ നമ്മളെ നമ്പർ എങ്ങനെ എഴുതണം, 3:7 ഇസ് ഈക്വൽ ടു 6 ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയല്ലേ നമ്മുടെ ഫോർമുല. അതായത് 3 നമ്പർ തന്നിട്ട് ഫോർത്ത് പ്രൊപ്പോർഷൻ ചോദിക്കുന്നതെങ്കിൽ ആ 3 നമ്പറിനെ നമ്മൾ എ ഇസ് ടു ബി ഇസിക്കൽ സി ഇസ് ടു ക്വസ്റ്റ്യൻ മാർക്ക് എന്നാക്കുന്നു. സാധാ രീതിയിൽ മീൻ വാല്യൂ എക്സ്ട്രീം വാല്യൂ ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് എന്താണെന്ന്, ഒരു പ്രൊപ്പോർഷനിലാണെന്ന്. അതിന്റെ ഫോർത്ത് പ്രൊപ്പോർഷനിലെ കണ്ടുപിടിക്കേണ്ടത്. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ. എന്തായിരുന്നു പ്രൊഡക്റ്റ് ഓഫ് മീൻ വാല്യൂ 76 എത്ര കിട്ടും, 42 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക്. എങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 42/3 എത്ര കിട്ടും, 4/3. 1 കിട്ടും, 12 14 കിട്ടും. ആൻസർ എത്ര കിട്ടും, ക്വസ്റ്റ്യൻ മാർക്ക് ഇസിക്കൽ 14 കിട്ടും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് എന്ത് കിട്ടും, 3:7 ഇസിക്കൽ 6 ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ആ മീൻ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു, 6 × 7 42 കിട്ടുന്നു. എക്സ്ട്രീം വാല്യൂസിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു, 3 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക്. 3 ഇൻറ്റു 9 അല്ലത് ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇസിക്കൽ 3 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇസിക്കൽ ഇവിടെ മൾട്ടിപ്പിൾ 3 ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്യും. 42/3 4/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1 കിട്ടും, 1 റിമൈൻഡർ. 12/3 എത്ര കിട്ടും, 4 കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 14 കിട്ടും. പക്ഷേ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. ഇതിന്റെ എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് പറയാം. റാൻഡമായിട്ട് 2 ക്വസ്റ്റ്യൻ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. അതായത് ഫൈൻഡ് ദി ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 2, 5, 4 എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതെങ്ങനെ ചെയ്യാം, നമ്മൾ ഇതെങ്ങനെ മാറ്റും. 2:5 is equal to
4:? എന്നല്ലേ വരുന്നത്. 2:5 4:? എങ്കിൽ എങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ് ഓഫ് മീൻ വാല്യൂ? 20 = 2 × 20/2 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഈസി അല്ലേ? വേഗത്തിൽ നമുക്ക് ഫോർത്ത് ഓപ്പറേഷൻ കണ്ടുപിടിച്ചൂടെ? എവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഒരു 12:, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 12, 6, 4 എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 12, 6, 4 ആണെങ്കിൽ ഇതിന്റെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് എത്രയായിരുന്നു? 2, 5, 4 ആയിരുന്നു. ഇവിടെ 12, 6, 4 ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അതെങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്? 12:6 = 4:? എന്നല്ലേ? എങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക നോക്കാം. അതായത് അതിന്റെ മീൻ വാല്യൂസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 6 × 4 = 12 എന്നല്ലേ? എങ്കിൽ 6 × 4 റെഡി 24 = 12 എങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ എത്ര കിട്ടും? 24/12 2 എന്ന് കിട്ടും. ഇത്ര ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനേക്കാൾ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് പറയാൻ വേണ്ടിയാണ് ഈ 3 എക്സാമ്പിൾ എഴുതി തന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, 2:5 4 കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിലും ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴെങ്കിലും 2 റേഷ്യോസ് പ്രൊപ്പോർഷനിലാണെങ്കിൽ ആ പ്രൊപ്പോർഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2:5 = 4 എന്നല്ലേ? ഇത് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അതായത് 2 റേഷ്യോസ് പ്രൊപ്പോർഷനിലാണെങ്കിൽ നമുക്ക് മീൻ വാല്യൂസ് അറിയാം, എക്സ്ട്രീം വാല്യൂസ് അറിയാം. അങ്ങനെയല്ല, ഇതിലെ ഫസ്റ്റ് റേഷ്യോയും തേർഡ് റേഷ്യോയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതേ റിലേഷൻ തന്നെയായിരിക്കും സെക്കൻഡ് റേഷ്യോയും ഫോർത്ത് റേഷ്യോയും തമ്മിൽ. ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെച്ചേക്കുക. അതായത് യഥാർത്ഥത്തിലുള്ള പ്രൊപ്പോർഷന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞ ഇതാണ്. ഫസ്റ്റ് റേഷ്യോയും തേർഡ് റേഷ്യോയും തമ്മിൽ എന്ത് റിലേഷൻ ആണോ അതേ റിലേഷൻ തന്നെ ആയിരിക്കും ഈ പറയുന്ന സെക്കൻഡും ഫോർത്തും തമ്മിൽ. നമുക്ക് ആ റിലേഷൻ നോക്കാം. എന്താണെന്ന് നോക്കി. ഫസ്റ്റും തേർഡ് നോക്കിയാൽ ഫസ്റ്റ് × 2 അല്ലേ തേർഡ്? നമ്മൾ വേറെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നോക്കി ആൻസർ ചെയ്യുന്നു. അതായത് ഫസ്റ്റ് 2 ആയിരുന്നു, തേർഡ് 1 4th ആയിരുന്നു. എന്നുവെച്ചാൽ 2 റേഷ്യോന്റെ ആദ്യത്തെ നമ്പർ അങ്ങനെ ഓർത്താലും മതി. 2 റേഷ്യോന്റെ ആദ്യത്തെ നമ്പർ തമ്മിലുള്ള റിലേഷൻ 2 റേഷ്യോന്റെ രണ്ടാമത് തമ്മിലുള്ള റിലേഷൻ തമ്മിൽ സെയിം ആയിരിക്കണം. ആ റിലേഷൻ എന്തായാലും സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ 2 എന്തായി? 4 ആയി. ഉറപ്പായിട്ടും 5 × 2 തന്നെയായിരിക്കും ഇവിടുത്തെ ആൻസർ. 5 × 2 ഇവിടെ എത്ര കിട്ടും? 10 കിട്ടും. ഉറപ്പായിട്ട് ഇവിടെ വന്ന നമ്പർ എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അതുപോലെ ഇവിടെ നോക്കി, ഈ ആൻസർ ഇവിടെ തന്നെ നിൽക്കട്ടെ, ബാക്കി ഞാൻ അയച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കി, ഫസ്റ്റും തേർഡും തമ്മിലുള്ള അതേ റിലേഷൻ തന്നെയായിരിക്കും സെക്കൻഡും ഫോർത്തും തമ്മിൽ. ഫസ്റ്റ് 3 ആയിരുന്നു, സെക്കൻഡ് 6 ആയിരുന്നു. 3 × 2 അല്ലേ 6? അതാണെങ്കിൽ ഉറപ്പായിട്ടും 7 × 2 ആയിരിക്കും ആൻസർ കിട്ടേണ്ടത്. 7 × 2 എത്ര കിട്ടും? 14 കിട്ടും. സെയിം അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ നോക്കാം. ഞാൻ ഇത് മാത്രം വായിച്ച് നോക്കാം. ഇത് മാത്രം വായിച്ച് നോക്കാം. ആൻസർ അവിടെ കേട്ടോ. ആൻസർ എത്രയായിരുന്നു കിട്ടിയിരുന്നത്? 2 അല്ലേ ആൻസർ കിട്ടിയിരുന്നത്? 2 തന്നെ വരുമോ നോക്കാം ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ. അതായത് 12:6 = 4 എന്നല്ലേ? അപ്പൊ 12:6 = 4 ആണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? 12ഉം 4ഉം തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കുന്നു. 12ഉം 4ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? /3 ആണ്. 12/3 അല്ലേ 4? എങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡും ഫോർത്തും തമ്മിലും /3 തന്നെ ആയേ മതിയാകും. ഫസ്റ്റും തേർഡും തമ്മിലുള്ള റിലേഷൻ തന്നെയായിരിക്കും സെക്കൻഡും ഫോർത്തും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ നോക്കാം എന്തായിരിക്കും? 6/3. ഉറപ്പായിട്ട് ആൻസർ എത്ര കിട്ടിയാൽ മതിയാവും? 2 കിട്ടിയാൽ മതിയാവും. അപ്പം മീൻ വാല്യൂ എക്സ്ട്രീം വാല്യൂ മൾട്ടിപ്പിൾ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് റേഷ്യോയും തേർഡ് റേഷ്യോയും തമ്മിലുള്ള റിലേഷനും സെക്കൻഡ് റേഷ്യോയും ഫോർത്ത് റേഷ്യോയും തമ്മിലുള്ള റിലേഷനും നോക്കിയാലും നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റേ രീതിയിൽ എടുത്താലും മതി. അല്ലെങ്കിൽ A/B = C/D അങ്ങനെ എടുത്താലും മതി. അതായത് A/B എന്ന് വെച്ചാൽ 12/6 എന്ന് വെച്ചാൽ 12/6 = 4/? ഈ രീതി ചെയ്താലും മതി. ക്വസ്റ്റ്യൻ മാർക്ക് = 4 × 6/12 എടുത്താലും മതി. വെട്ടിപ്പോൾ 2 കിട്ടും. 2ഉം 4ഉം വെട്ടി 2 കിട്ടും. ഇതിൽ ഏത് മെത്തേഡ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2 ഇതിലേത് ചെയ്താലും ശരിയാണ്. എല്ലാം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം ആ രീതി ചെയ്ത് വേഗം ആൻസറിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾക്ക് എന്താണ് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി ചെയ്താൽ മതി. ഇനി ഇതാണ് തന്നെ. ഇപ്പം നമ്മൾ ഫോർത്ത് പ്രൊപ്പോർഷനല്ലേ ചെയ്തത്, ഇനി നമുക്ക് തേർഡ് പ്രൊപ്പോർഷൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.